ശ്രീ പഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ ഋഷി ഛന്ദസ് ദേവതകളും ന്യാസങ്ങളും കൂടി ഇവിടെ ഉൾപ്പെടുത്തുകയാണ്. മന്ത്രം അറിയാവുന്നവർ, നേരത്തെ ദീക്ഷ കിട്ടി മന്ത്രം ജപിക്കുന്നവർ അങ്ങനെ ഈ ഋഷി ഛന്ദസ് ന്യാസങ്ങൾ ചേർത്ത് ജപിക്കാം. അല്ലാതെ മന്ത്രം ജപിക്കുന്നവർക്കും അതാകാവുന്നതാണ്. പഞ്ചാക്ഷരി മന്ത്രം വൈദികവും സ്മാർത്ഥവും പൗരാണികവുമൊക്കെ ആയതുകൊണ്ട് പഞ്ചാക്ഷരി മന്ത്രം എല്ലാവർക്കും ജപിക്കാവുന്നതാണ്. അതുപോലെ ശിവരാത്രി വ്രതവും ശാസ്ത്രമനുസരിച്ച് എല്ലാവർക്കും അനുഷ്ഠിക്കാവുന്നതാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ ഋഷി വാമദേവ ഋഷി അനുഷ്ടുപ് ഛന്ദഃ ശ്രീ സദാശിവോ ദേവത ന്യാസേ പൂജനേ ജപേ ച വിനിയോഗഃ. വാമദേവായ ഋഷയേ നമഃ എന്ന് പറഞ്ഞ ശിരസിൽ സ്പർശിക്കുകയും അനുഷ്ടുപ് ഛന്ദസേ നമഃ എന്ന് പറഞ്ഞ മേൽ ചുണ്ടിൽ സ്പർശിക്കുകയും ശ്രീ സദാശിവ ദേവതായേ നമഃ എന്ന് പറഞ്ഞ ഹൃദയത്തിൽ സ്പർശിക്കുകയും ചെയ്യണം. ഇത് വലത് കൈകൊണ്ടാണ് ചെയ്യുക. പിന്നെ ഹൃദയാദി ന്യാസങ്ങളിൽ ഓം നം തത്പുരുഷായ നമഃ ഹൃദയേ, ഓം മം അഘോരായ നമഃ പാദയോഃ, ഓം ശിം സദ്യോജാതായ നമഃ ഗുഹ്യേ, ഓം വാം വാമദേവായ നമഃ മൂർധനി, ഓം യം ഈശാനായ നമഃ മുഖേ, ഓം നം ഹൃദയായ നമഃ, മം ശിരസേ സ്വാഹ, ശിം ശിഖായേ വഷട്, വാം നേത്രത്രയായ വൗഷട്, യം അസ്ത്രായ ഭട്ട്. ഇങ്ങനെയാണ് ഹൃദയാദി ന്യാസങ്ങൾ. ഇതുപോലെ തന്നെ കരന്യാസവും അങ്ങനെ തന്നെയാണ് വരിക. ഓം നം അങ്കുഷ്ഠാഭ്യാം നമഃ, മം തർജനീഭ്യാം നമഃ, ശിം മധ്യമാഭ്യാം നമഃ, വാം അനാമികാഭ്യാം നമഃ, യം കനിഷ്ഠികാഭ്യാം നമഃ, ഓം നമഃ ശിവായ കരതലകരപൃഷ്ഠാഭ്യാം നമഃ. ഇങ്ങനെ ന്യാസം കഴിഞ്ഞാൽ ധ്യാനം. ധ്യായേ നിത്യം മഹേശം രജതഗിരിനിഭം ചാരുചന്ദ്രാവതംസം രത്നാകൽപ്പോജ്വലാംഗം പരശുമൃഗവരാഭീതിഹസ്തം പ്രസന്നം പത്മാസീനം സമന്താസ്തുതമരഗണൈർവ്യാഘ്രകൃത്യം വസാനം വിശ്വാദ്യം വിശ്വവന്ദ്യം നിഖിലഭയകരഹരം പഞ്ചവക്ത്രം ത്രിനേത്രം എന്ന ധ്യാനം ചൊല്ലുക. എന്നിട്ട് തുടർന്ന് മാല കയ്യിലെടുത്ത് മാല തുണിക്കുള്ളിൽ മറച്ചു വെച്ചുകൊണ്ട് ഗുപ്തമായിട്ട് വെച്ചുകൊണ്ട് വേണം ജപിക്കാനായിട്ട്. അപ്പോൾ തോൾമുണ്ടുണ്ടെങ്കിൽ തോൾമുണ്ടിൽ വയ്ക്കാം, അല്ലെങ്കിൽ പുതിയ തോർത്തോ മറ്റോ എടുത്ത് അത് കൈയുടെ മുകളിലൂടെ ഇട്ടിട്ട് വേണം മാല വെച്ച് ജപിക്കാനായിട്ട്. ഇവിടെ നമഃശിവായ മന്ത്രത്തെക്കുറിച്ച് വിശേഷമായിട്ട് ധർമ്മസിന്ധു മുതലായ പ്രത്യേക ധാർമ്മിക ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ളത്, ഇവിടെ സ്ത്രീകൾ ജപിക്കുമ്പോൾ സാധാരണ പുരുഷന്മാരുടെ രീതിയിലാണ് ഈ ഒരു ന്യാസക്രമം പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകൾ ജപിക്കുമ്പോൾ അവിടെ നമഃ അവസാനം വരുന്ന രീതിയിലാണ് മന്ത്രം ജപിക്കേണ്ടത്. അതായത് ശ്രീ ശിവായ നമഃ എന്ന്. ഇപ്പം നമഃശിവായ എന്നുള്ള സ്ഥാനത്ത് ശിവായ നമഃ, ശിവായ നമഃ, ശിവായ നമഃ എന്നാക്കിയിട്ട് ആണ് സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട്
ധർമ്മഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഈ മന്ത്രം ആ രീതിയിൽ ജപിക്കാമെന്നുള്ളത് കൊണ്ട് പ്രത്യേകമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾക്ക് മറ്റ് വിധികളൊക്കെ ഉണ്ട്. പക്ഷെ സാധാരണമായിട്ട് ഇത്രയും ഋഷിന്യാസം, അതായത് ഋഷിന്യാസം, അംഗന്യാസവും കരന്യാസവും ഉണ്ടെങ്കിൽ അത് പൂർണ്ണമാണെന്നാണ് കരുതുക.